അത് ചങ്കള UK വീണ്ടും എറാസ്മസ് സ്കീം പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് അവർ വീണ്ടും ശ്രമിക്കുകയാണ്. 5 കൊല്ലം മുമ്പ് ബ്രെക്സിറ്റ് ഉണ്ടായിരുന്ന ടൈമിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ഒരു സ്കീമാണ് ഈ പറഞ്ഞ എറാസ്മസ് സ്കീം. ഈ ഒരു സ്കീം അവർ തിരിച്ച് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ബോറിസ് ജോൺസന്റെ കാലത്ത് ഉണ്ടായിരുന്ന സ്കീമാണ് ഈ പറഞ്ഞ സ്കീം. അത് കുറേ നാൾ അവർ നിർത്തിവെച്ചായിരുന്നു 2021 ഇപ്പോൾ അത് തിരിച്ചവർ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ്. UK ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണത്. ഈ ഒരു സ്കീം കാരണം വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലോട്ട് പഠിക്കാനും അതിനുവേണ്ട സൗകര്യങ്ങൾ ഗവൺമെൻറ് തന്നെ ധനസഹായങ്ങൾ നൽകുന്നുണ്ട്. തൊഴിലിനായാലും അതുപോലെ തന്നെ അവരുടെ പഠനത്തിൻ്റെ ചിലവിനായാലും ഒരു വർഷത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇവിടുന്ന് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർക്ക് പോകാൻ വേണ്ടി നല്ലൊരു അവസരം തന്നെ ഗവൺമെൻറ് ചെയ്യാനുള്ള പദ്ധതിയാണ് ഈ എറാസ്മസ് സ്കീം എന്ന് പറയുന്ന ഈ ഒരു സ്കീം. ഈ ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂത്ത് മൊബിലിറ്റി സ്കീം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള യൂത്ത് മൊബിലിറ്റി സ്കീമിന് എന്ത് സംഭവിക്കും എന്നൊന്നും ഇതുവരെ ഒരു വാർത്താ വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടായാലും ഈ ഒരു സ്കീം വിജയകരമാണെന്ന് വേണം പറയാൻ. കാരണം ഒത്തിരി സ്റ്റുഡൻസിന് ഇവിടെ നിന്ന് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ നാട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ധനസഹായങ്ങളും ഇവിടുത്തെ UK ഗവൺമെൻറ് ചെയ്യും എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ സ്കീമിലൂടെ അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസിൻ്റെ വക്താവ് ഇവിടുത്തെ UK ഗവൺമെൻറ്റിലുള്ള അലക്സ് സ്റ്റാൻലി പറഞ്ഞത് തന്നെ ഇതൊരു വിജയകരമായ ഒരു നേട്ടം തന്നെയാണ്. അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഇതിലൂടെ ഈ ഒരു പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ പോകുന്നത്. 2024-2025 അധ്യയന വർഷങ്ങളിൽ UK ഗവൺമെൻറ്റിന് ഈ യൂത്ത് മൊബിലിറ്റി സ്കീം വഴി 105 മില്യൺ പൗണ്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ അവർക്ക് 43,200 പ്ലേസ്മെൻറ്റുകൾക്ക് ധനസഹായം അവർ ഓൾറെഡി നൽകപ്പെട്ട് കഴിഞ്ഞു. അതിൽ 24,000 എണ്ണം ഉയർന്ന വിദ്യാഭ്യാസം ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ധനസഹായമായിട്ട് UK ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പല മേഖലകളിലും സ്കൂളിൻ്റെ മേഖലയിലായാലും ഹയർ എഡ്യൂക്കേഷൻ്റെ മേഖലയിലായാലും ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെൻറ് അതിനെ ഭാഗികമായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു തുക അവർ ഗവൺമെൻറ് എന്ത് ചെയ്ത് കൊടുത്തു. 38,000 ആൾക്കാർ UK തന്നെയാണ് ഇതിന് ധനസഹായം ലഭിച്ചത്. അതുപോലെ 28,000 സ്കോളർഷിപ്പുകൾ. ഈ 38,000 സ്റ്റുഡൻസിന് ധനസഹായം ലഭിച്ച ഈ 38,000 സ്റ്റുഡൻസിന് ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമല്ല ഈ ലണ്ടൻ, അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നീ സ്ഥലങ്ങളിൽ ഭാഗികമായിട്ടാണ് സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു ഈ ഒരു ധനസഹായം ലഭിച്ചത്. എന്തായാലും ഈ ഒരു എറാസ്മസ് പദ്ധതിക്ക് എന്തായാലും UK ഗവൺമെൻറ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള വലിയ പ്രമുഖരായ എല്ലാ ആൾക്കാരും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് UK. അതായത് ലിബറൽ ഡെമോക്രാറ്റിക് സർവകലാശാലയുടെ വക്താവ് ഇയാൻ സ്റ്റാൻലി ഓൾറെഡി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അവർ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പദ്ധതി ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനായാലും ഇവിടെ ഉള്ള സ്റ്റുഡൻസിനായാലും വലിയൊരു ഒരു ധനസഹായം തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് മോർ ഇൻഫർമേഷൻ അറിയാനായിട്ട് നിങ്ങൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോവുക. എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.